മാർക്കറ്റിലേക്ക്, അതായത് പാളയം രണ്ടെണ്ണം ഉണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഒരു പാളയമുണ്ട്, കോഴിക്കോട് ഒരു പാളയമുണ്ട്. തിരുവനന്തപുരത്തെ പാളയവും വലിയ ചന്തയാണ്, കോഴിക്കോട്ടെ പാളയം മാർക്കറ്റും അത്യാവശ്യം വലിയ ചന്തയാണ്. അപ്പം നമുക്ക് പാളയം മാർക്കറ്റിൽ നമ്മുടെ സനീറ്റ ചേരുന്നുണ്ട്. സനീറ്റ, ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നു സനീറ്റയുടെ കോഴിക്കോട്ട് എത്തിയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. ഇപ്പോൾ പാളയം മാർക്കറ്റിലുണ്ട്. എന്താ അവിടുത്തെ വിശേഷം എന്താ പാളയം മാർക്കറ്റിലെ? സേതു, ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് മാത്രമല്ല പാളയം മാർക്കറ്റ്, ഇങ്ങ് കോഴിക്കോട്ടേക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു വലിയ പാളയം മാർക്കറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ആദ്യ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ ചേച്ചിമാരൊക്കെ ഇപ്പോൾ ഈ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള അവസാന ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ശേഖരിച്ച് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാനുള്ള തിരക്കിൽ തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ഓണത്തിന് വേണ്ട അല്ലെങ്കിൽ ഓണസദ്യക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും പാളയം മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ ചേട്ടന്മാര്, ഞാൻ നേരത്തെ ചോദിക്കായിരുന്നു ചേട്ടന്മാരോടൊക്കെ ഈ പഴകിയ പച്ചക്കറി വല്ലതും ആണോ? അപ്പോൾ ചേട്ടന്മാര് വളരെ രസകരമായി എന്നോട് പറഞ്ഞു, മോളെ ഒരു തരത്തിലും പഴകിയതല്ല, ഇതെല്ലാം ഫ്രഷ് പച്ചക്കറികളാണ്. കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു തെളിവ് കൂടിയുണ്ട്. പച്ചക്കറി കടയിൽ ഓണ സമയത്തൊക്കെ പോയിട്ട് ചേട്ടൻ പഴകിയ പച്ചക്കറി, ചേട്ടൻ മാന്യനായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. തീർച്ചയായിട്ടും സേതു, ഞാൻ വളരെ രസകരമായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ എനിക്ക് ചേട്ടൻ കൈ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സേതു, രസകരമായി ചോദിച്ചതാണ്. അപ്പോൾ ചേട്ടൻ തന്നെ ദൂരത്തേക്ക് ഒരു കാഴ്ച കാട്ടി തന്നു. അവിടെ ഈ പഴകിയ പച്ചക്കറികൾ അങ്ങോട്ടേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇത് കോർപ്പറേഷൻ അധികൃതർ വന്ന അടുത്ത ദിവസങ്ങളിൽ മാറ്റിക്കൊണ്ടു പോകും. ഇവിടെ ഉള്ളത് എന്തായാലും ഫ്രഷ് പച്ചക്കറികൾ തന്നെയാണ് സേതു. എന്തായാലും നമുക്കറിയാം, ഓണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ഉത്സവം വന്നാലും അവർ ആദ്യം ഈ ഉത്സവത്തിന്റെ ഒരു പ്രതിനിധി കാണാൻ കഴിയുന്നത് മിഠായി തെരുവിലും പാളയം മാർക്കറ്റിലുമാണ്. എന്തായാലും ഇവിടെ വലിയ തിരവാണ്. ഇപ്പോൾ ചേട്ടന്മാരോട് തന്നെ നമുക്ക് ഈ വില വിവരങ്ങൾ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് വിലക്കയറ്റം ഉണ്ടോ? പച്ചക്കറി ഒന്നും വലിയ വിലയില്ല, പയറ് മാത്രമേ വില ആസ്തി, പയറും ബീൻസും. എങ്ങനെയാണ് ഓരോ ഇനങ്ങളുടെ വില? ഇത് ക്യാരറ്റ് കിലോ 80 രൂപയാണ്, വലിയ ക്യാരറ്റ്. ഇത് കിലോ 60 രൂപയാണ്. വെണ്ടക്ക ഇത് കിലോ 60 രൂപയാണ്. ഇത് കിലോ 80 രൂപയാണ്. ബീൻസും പയറും മാത്രമുള്ള വില ആസ്തി 150 രൂപ. ബാക്കി ഒരു തരത്തിലുള്ള വിലക്കയറ്റവും ഇല്ല. വലിയ ഉള്ളി സവാള വില കൂടിക്കണം. സവാള 72 റുപ്യ എന്ന് വാങ്ങിയത്, കഴിഞ്ഞ ആഴ്ചയിൽ 64 വാങ്ങിയത്, ഇന്ന് 72. നമ്മളെ CPM ഭരണത്തിൽ 44 വാങ്ങിയത് 3 മാസം കൊണ്ട് ഇത്ര കൂടിയത് അതന്നെ 72. അതൊരു രസകരമായ ഒരു മറുപടി തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. സേതു, പച്ചക്കറിക്ക് ഒന്നും വിലക്കയറ്റമില്ല, പഞ്ചസാരക്കാണ് വിലക്കയറ്റമുള്ളത്. എന്തായാലും നമുക്ക് പച്ചക്കറി വാങ്ങാമെന്ന് ചേച്ചിമാരോട്. ചേച്ചി, വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങുന്നു. എങ്ങനെയുണ്ട്? വില എങ്ങനെയുണ്ട്? വില കുറവുണ്ട്. കുറവുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതനുസരിച്ച് യാതൊരു തരത്തിലുള്ള വിലക്കയറ്റവും ഇല്ലെന്നാണ് സേതു പറയുന്നത്. എന്തായാലും വലിയ തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ മാർക്കറ്റിൽ തന്നെ എത്തിയിരുന്നു. എന്നാൽ ഇത്ര കണ്ടൊരു തിരക്കില്ലായിരുന്നു. ഇപ്പോൾ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയം കൂടുന്തോറും വലിയ ആളുകൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കൂട്ടം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും കോഴിക്കോടും ഓണം വൈബിൽ തന്നെയാണ്. യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. ഈ ഓണവും അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന് തന്നെയാണ് സേതു. ഓക്കെ സനിറ്റ, ശരി. അപ്പൊ അങ്ങനെയാണ് കോഴിക്കോട്ടെ ഓണാഘോഷം മാത്രമല്ല കോഴിക്കോട്ടെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ അത്തരത്തിലാണ്. ഈ തക്കാളി